ഹായ് ഗായ്സ്, ഇന്ന് ഞാനെന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേച്ചിയിലെ കൊട്ടാരത്തിലെ അവിടെ നടക്കുക. പിന്നെ അവൾക്കും എല്ലാവർക്കും എന്നാ എന്താ പറയുക മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണം വരും. അത് നമുക്ക് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ടൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ വേണം എടുക്കാം. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. എനിക്ക് എടുക്കാം. മൂന്ന് പേര് നന്നായിട്ട് ചെയ്യും, പക്ഷേ അവന് മൂന്നില്ല കുറേ ആയി ചെയ്തിട്ട്. സോ ഇപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ആകെ ഇന്ന് നമസ്കാരം പോലെ കുറേ ഒന്നും എടുത്തില്ല, എനിക്കിഷ്ടമില്ല. അതിപ്പോൾ എന്താ പറയുക, അവർക്ക് പൈസ ഉണ്ട്, നമുക്ക് പൈസ കുറച്ച് നമ്മുടെ പൈസ എല്ലാം കാണിക്കും അല്ലേ. ഇവന്നെ വേണ്ടേ കുറച്ച് മാർച്ചിൻ്റെ ബേസ് വെച്ചേക്കാം. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തരുന്നുണ്ട്, എനിക്ക് അറിയത്തൊന്നുമില്ല, ഞാൻ അവിടെ എടുത്തേക്കും. ഇതൊന്നും തേക്കാറോടില്ല. ഇവിടെ കണ്ണാടി ഉണ്ട്, ഇങ്ങനെ അപ്പം കണ്ണാടി നോക്കിയാണ് ചെയ്യണം. ഞാൻ സാധാരണ എഴുന്നേറ്റ് നിന്നാ ചെയ്യാറ്, നിന്നുകൊണ്ട്. പക്ഷേ ഇന്ന് ഇരുന്ന് ചെയ്യാം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ലോക്ക് ഇത് ലൈറ്റ് സെറ്റിംഗ് പോയില്ല, ഇങ്ങോട്ട് കുറച്ച് മതിയോ, കുറച്ച് മോയ്സ്ചറൈസ് ആയിരിക്കാം. അപ്പം ലിപ്സ്റ്റിക്ക് ചെറിയ എപ്പോഴും ഡ്രൈ ആയിരിക്കും. ലിപ്സ്റ്റിക് ഇട്ടാൽ ബാബിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഹെയിലർ ഗ്ലോ തേക്കുന്ന ഫൗണ്ടേഷൻ തേക്കാറില്ല, അപ്പോൾ നമുക്ക് ഹെയിലർ ഗ്ലോ ചൂസ് ചെയ്യാം. ഞാൻ ഇതൊക്കെ ഇടുവാണെങ്കിൽ പിന്നെ മേടിച്ച് വെക്കാൻ ഇതൊന്നും ഇടാറില്ല. ഗായ്സ് ഞാൻ ഒരു സാധനം പോയി പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്താ പറയുക ഗ്ലോ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സെറ്റിംഗ്സ് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതിലേക്ക് മാത്രമേ ഞാൻ പൊട്ടിയിടും, വേറെ ഒന്നും പൊട്ടിയിടാറില്ല. സോ അതൊക്കെ ആവശ്യം തന്നെയാണ്. എനിക്ക് മേക്കപ്പ് ഇടുമ്പോൾ എന്തോ ഡിസ്കംഫർട്ട് ഓവറില്ല. മീൻസ് ഞാൻ അതിലും നമസ്കാരം ഇടും, പക്ഷേ വേറെ എന്തിട്ട് കഴിഞ്ഞാലും എനിക്ക് ഡിസ്കംഫർട്ടാണ് പുറത്ത് നടക്കാൻ. ആൾക്കാർ എന്നെ ഇങ്ങനെ തെറ്റി തരാൻ കാണുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ. സോ ഞാനത് ചിന്തിച്ചിട്ട് ഞാൻ ഇടാറില്ല. പിന്നെ എനിക്ക് ഇഷ്ടമില്ല, കൂലി വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ചൂല എത്രയൊക്കെ എന്തൊക്കെ തേച്ചെന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാനുള്ള കൂലി നമുക്ക് വന്നിരിക്കും. ഇത് കുറച്ച് തേച്ചാൽ പോരെ, പറഞ്ഞോ കണ്ണിടിച്ചില്ല. എൻ്റെ സൗണ്ട് ആരും അനുകരിക്കരുത്, എൻ്റെ സൗണ്ട് ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് വരും. തൊണ്ട കാരണം തണുപ്പൊന്നും കുടിക്കില്ലല്ലോ. എനിക്ക് കൺസീലറൊന്നും ഉള്ളതായി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടുന്നില്ല. എൻ്റെ ചേച്ചിയാണ് കുറേ പൊട്ടിയിടും, ആൾ 24 മണിക്കൂർ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ. എനിക്ക് തോന്നണം. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ എപ്പോഴും ത്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ത്രെഡ് ചെയ്തിട്ടില്ല, നീ ഒരു ത്രെഡ് ചെയ്തില്ല. എൻ്റെ ചേച്ചി കുഞ്ഞിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖം മീൻ മൊത്തം ഷേവ് ചെയ്താൽ ഒരിക്കലും കുഞ്ഞിരത്തില്ല. ഈ പൊട്ടി പറയാനായിട്ട് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഒരു ഷേവ് സെറ്റ് എടുത്തു, എന്നിട്ട് ഞാൻ തരുമോ മൊത്തം അങ്ങോട്ട് പഠിച്ചു. ഇതിൻ്റെ ഈ പകുതിയോളം ഞാൻ പഠിച്ചു, പിന്നെ മീൻ മൊത്തം പഠിച്ചു. അങ്ങനെ ഞാൻ ഒരു വർഷത്തേക്ക് കണ്ട് കണ്ണിൽ പീൽ കഴിക്കുമെന്ന് കണ്ടത്. ഞാൻ മറ്റേ സാധനം എടുത്തിട്ട് ഞാൻ ഒന്ന് ഇതെടുക്കാൻ പറ്റില്ല. മറ്റേ ഫിനിഷിംഗ് പൗഡർ, അയ്യോ വാഷിംഗ് മെഷീൻ ഒന്ന് കറിയാണ്, പക്ഷേ മൈൻഡില്ല. ഇത് വെള്ളം ഇടുന്ന ഇതൊക്കെ എന്തിനാ കൂടുതൽ ഞാനിപ്പോൾ നാട്ടിലല്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കരമല്ല. പക്ഷേ ഇപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പിള്ളേരെക്കാട്ടും വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളത് നാട്ടിലാണ്. ഉപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ അവിടെ 1ാം ക്ലാസ് പഠിക്കുന്നുണ്ട്, 2023. അപ്പോൾ ഒന്നും എന്താ പറയുക, അവിടുത്തെ പിള്ളേർക്കൊന്നും മരിക്കാൻ പോലും 2 വർഷം കൊണ്ട് എന്തൊക്കെ ചേഞ്ച് ആയി ലോകത്ത് സംഭവിച്ചത്. ആ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? എൻ്റെ വീഡിയോ ഭയങ്കര ലോങ്ങാണ്. ആരൊക്കെ കാണും ഐ ഡോണ്ട് കെയർ. ഞാൻ ആരുടെ അടുത്തൊന്നും പറയാതെ എൻ്റെ ജോലിയും പോയി. അവിടെ മിഠായി എല്ലാം കൂടെ വായിച്ച് ചെയ്തിട്ട് ജോലിയും പോയി. ഞാൻ പ്രശ്നം യൂസ് ചെയ്യല. നമുക്ക് മസ്കാരയിലോട്ട് എടുക്കാം. എൻ്റെ ഐലിനർ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് കളഞ്ഞു ഞാൻ തന്നെ. ഇപ്പോൾ തേങ്ങ ഇല്ല ഇടാൻ. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്, ഐലിനർ ഇട്ടിട്ടുണ്ട്. മസ്കാര ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് പക്ഷേ എങ്കിലും എനിക്ക് ക്യൂട്ടായിട്ട് തോന്നും. പക്ഷേ ഇവിടുത്തെ പിള്ളേർ കൂട്ടല്ല കഴിച്ചിട്ട് കൂട്ടല്ല. ഇനി നമുക്ക് ലിപ് ലൈനറിലോട്ട് കിടക്കാം. ഇതുപോലെ എനിക്ക് നയിക്കാൻ അറിയില്ല. എന്നിട്ടാണ് ഈ പദ്ധതികളെല്ലാം കൂടെ എൻ്റെ അടുത്ത് ഇത് ചോദിക്കണം, എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന്. അപ്പോൾ ആ കാര്യം ന്യൂഡ് ഷെയ്ഡ് ഇടും, അത് ന്യൂഡ് ബ്ലഷ് വന്നു കേട്ടോ എടുത്ത്. കുറച്ച് കാണാം, കുറച്ച് കാണാം സ്മഡ്ജിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഇതാ ലോറിയൽ 570. This is my ചേച്ചീസ് like my sister have it. നോക്കിയാലോ എങ്ങനെ കണ്ടു. ഇതൊക്കെ ഞാൻ ഐഡിയ ഉണ്ടാവും, പക്ഷേ കുറച്ചിട്ടു വലിയ ഓറായിട്ടില്ല. ഇതും കുറച്ച് കാണും, എല്ലാം എനിക്ക് കൂടി പോയി മൂട് വരുന്നില്ല. കാണിച്ചു തന്നെ എൻ്റെ ചുമ്മാ ആണോ ഞാനിപ്പോൾ ഉള്ളത്. അതെ, ദിസ് ഈസ് അമാസ് 1990. എൻ്റെ തലകുട്ടിയാണ് തുറക്കുന്നത്. ഇത് ആംബർ ഷെയ്ഡ്, നല്ല ഷെയ്ഡ് ഇഷ്ടമാണ്.
ഷെയ്ഡ്. എൻ്റെ ലിപ്പിൻ്റെ കളർ തന്നെ ഇത് 520 520 ലോഡിൽ. എനിക്കിന്ന് ചെറുത് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചാക്കിയായിരിക്കും. പക്ഷേ ഡോണ്ട് കെയർ, നമുക്ക് സെറ്റ് ആയിരിക്കാം. കുറച്ച് കിസ് കൊടുത്താൽ മതി. ബോയ് ഫ്രണ്ട് അല്ല കേട്ടോ, അമ്മാരുടെ പണിയെങ്കിലും കൊടുക്കാം. ഷിറ്റ് കേട്ടോ, ഇത് നാട്ടിൽ നിന്ന് മേടിച്ചു. ലാക്മേൻ്റെ കുഷൻ മാറ്റ്. ഇത് കളർ CB1 ഷെയ്ഡ് CB1. ഇതും കൂടെ ഇങ്ങനെ സദ്യ എടുക്കാം, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കളർ ഇട്ടാൽ ഇപ്പം എൻ്റെ എൻ്റെ ഡാറ്റയില്ലേ. We have so many times, so we can do this. It's the time that we're going to guys. അതില്ലേ ഇത് നോക്കാം. ഫ്രിഡ്ജിൽ പിന്നീട് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഇതാണ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ്. ഇതിപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 3 വർഷമായി, ഇതൊരു മാറ്റിയിട്ടില്ല. അതായത് ഞാൻ ഇത് കൈ കൊണ്ട് ഇടുള്ളൂ, ബിക്കോസ് അട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇട്ടിടുമ്പോൾ സമയം എടുക്കും. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ എല്ലാം. സോ ഐ പ്രിഫർ മോർ ദിസ്. എൻ്റെ തേങ്ങ ഇംഗ്ലീഷ് ആണ്. എനിക്ക് ഇടയ്ക്ക് കേൾക്കുമ്പോൾ തന്നെ വലുപ്പം തോന്നുന്നുണ്ട്. പക്ഷേ ഡോണ്ട് ഫീൽ നെഗറ്റീവ് കൊടുക്കാൻ, നമ്മളൊക്കെ അതൊക്കെ ശരിയാക്കി എടുക്കാം. എനിക്ക് സ്പീഡ് പറയാൻ പറ്റത്തില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് പറയാൻ അയ്യോ ഞാൻ ഒരു സമയം ഇവിടെ കാര്യം ആലോചിച്ച നമുക്ക് കുറച്ച് ഇത് ചെയ്താലോ. കുറേ ആയി ചെയ്തിട്ട് ഇതായിരുന്നു ഞാൻ ആദ്യം ചെയ്തോണ്ടിരുന്ന ട്യൂട്ടോറിയൽ. എനിക്ക് നിർത്തി. ഏതൊക്കെയോ ചില പിള്ളേർ വാങ്ങിക്കണം ഞാൻ കണ്ട്. അതേപോലെ ഇടയ്ക്ക് ഇത് തന്നെ ഇപ്പോൾ 16 മിനിറ്റായി. കുറേ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പറയുന്നതിൽ, എന്നോട് പൊറുക്കണേ. അങ്ങനെ വേഗം കണ്ടില്ലേ വയസ്സിൽ ഈ വീഡിയോയിൽ വയസ്സിലുള്ള മാർ വയസ്സ് ചെയ്യാർ അത് ചേച്ചി അത് സ്നായി അതിലേക്ക് ഇടണോ ചിക്കൻ ബോക്സ്. ഓയ് ഭയങ്കര പാടാം. എത്ര നാളെ വീട്ടിൽ നിങ്ങൾ എടുത്തിട്ട് ചിക്കൻ ബോക്സ് നമുക്ക് കുറച്ച് തരാം. ഇതിനെ പൊട്ടി പോയി ഇടണം വേണ്ടിയിട്ടാണ്. പിന്നീട് കുറച്ച് എടുത്തിട്ട് പിന്നീട് സോറിയാണ് നാട്ടിൽ വാഷിംഗ് മെഷീൻ ആരും മൈൻഡ് ചെയ്യരുത്. അതുകൊണ്ടൊക്കെ മറ്റോട്ടെ ഒന്നും മൈൻഡിട്ട് നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മൾ നാട്ടിൽ ഇംഗ്ലീഷ് ആയിരുന്നു നമ്മൾ ഇന്ത്യയിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുക. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കും. മീൻസ് നാട്ടിൽ ഇംഗ്ലീഷ് ഇത് വട്ട് ഞാൻ ദിസ് ഇസ് സോ ക്രിഞ്ച്. ഐ ഹാവ് ടു ഡു ഇറ്റ്. ഐ ഹാവ് ടു. എൻ്റെ വീട്ടിൽ ഇപ്പോഴും കളിയാക്കും. ഇവിടെ വീട്ടിലാണ് അവളിവിടെ വന്നിട്ട് 5 വർഷമായി. പണ്ട് ഞാൻ പക്ഷേ 15 കിട്ടുന്ന സമയത്ത് ഞാൻ പക്കോഫ് പറയും. പിന്നെ സ്പീഡിൽ വേണം കൂടി പോയി ഒന്നിച്ച് കഴിക്കും. നമസ്കാരം. പക്ഷേ അതിലെ ഇടാം. മറ്റേ അതിനോട് നിങ്ങൾ വേറെ ഫില്ല് ചെയ്യണം. ഇതിൽ വെടുക്ക് പിടിച്ച് സൈലൻ്റ് ആണ് ഇഷ്ടമല്ല. നമുക്ക് നോക്കാം. കണ്ണടി ഉണ്ട്. ഈ കണ്ണ് എപ്പോഴും എഴുതുമ്പോൾ എനിക്ക് തെറ്റും. ഇത് വെച്ച് എഴുതാൻ തുടങ്ങിയ പിന്നെ ഒരു കണ്ണെങ്ങനെ ഇരിക്കണം, ഈ കണ്ണെങ്ങനെ ഇരിക്കണം. എന്നാ ദേഷ്യമുണ്ടല്ലോ. കളയട്ടെ അല്ലേ. സോ ദിസ് ഈസ് മൈ ഫൈനൽ ഔട്ട്പുട്ട്. നമുക്ക് മുട്ടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബിന്ദി വെക്കാം. ഇഫ് പ്രിഫറാ മറ്റേ തലമുടി കുളയില്ലാത്ത തലമുടിയാണ്. ഫുൾ ടൈം വേവ് ചെയ്യാറ്. അതുകൊണ്ട് മര്യാദയ്ക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. നമുക്ക് ചെയ്യാം. സോ ദിസ് ഈസ് മൈ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട് ഗൈസ്? അതിനെ നമുക്ക് ലിബാൻ ഇടണ്ട, അല്ല ഈ ലിച്ചിൽ ഇടണ്ട. അത് കഴിഞ്ഞ പണം പോയിരിക്കും. നമുക്ക് ഷോർട്ട് ഇടട്ടെ. ബൈ.